വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു റിച്ച് ഫൈബർ ആൻഡ് പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് എന്താ പറയുക, പൊട്ടുകടലയും അതുപോലെ തന്നെ മക്കാന, ബദാം, കാഷ്യൂ എന്നിവയൊക്കെ ഉപയോഗിച്ചാണ്. എന്താ പറയുക, നല്ലൊരു ബെനിഫിറ്റ്സോട് കൂടിയുള്ള ഒരു നല്ലൊരു ലഡുവാണ് ഇത്. ഇത് നമുക്ക് അനീമിയ, അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത്, കൊളസ്ട്രോൾ, ബ്ലഡ് ഷുഗർ ലെവൽ എന്നിവയ്ക്കും സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ നല്ലൊരു ലഡുവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ലഡു ഒരു ദിവസം ഒരെണ്ണം വീതം കഴിച്ചാൽ എല്ലാവിധ പ്രോട്ടീനും മഗ്നീഷ്യവും അതുപോലെ തന്നെ അയൺ റിച്ചും കാൽസ്യം ഫൈബറും എല്ലാം നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിനു വേണ്ടി നമ്മളൊരു ശർക്കര ഉരുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളത്തിൽ 4 ചെറിയ കട്ട ശർക്കര എടുത്ത് ഉരുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മളിവിടെ ഇതുപോലത്തെ ചനയാണ്. നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ എല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ്. ഞാനിവിടെ 2 കപ്പ് 250 ml ഇതിൽ 2 കപ്പ് ഇതുണ്ടോ, ഈ ബേസിൻ്റെ കടലയാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി ആ തൊലിയൊക്കെ എല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മക്കാനയാണ്. മക്കാന നമുക്കറിയാം ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീനും മാഗ്നീഷ്യം ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഹാർട്ട് ഹെൽത്തിനും ബ്ലഡ് ഷുഗർ കൺട്രോളിനും വളരെ നല്ലതാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ബദാമും കാഷ്യും കൂടി. അപ്പോൾ മക്കാനെ നമ്മൾ 2 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ബദാമും കാഷ്യും കൂടി 1 കപ്പാണ്. ഇതും ഇതുപോലെ തന്നെ റെഡ്യൂസ് LDL കൊളസ്ട്രോൾ, ഹെൽപ്പ് ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക, ശർക്കര പാനി അവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സമയത്ത് ഒരു പാൻ വെച്ചു. അതിലേക്ക് നമ്മളുടെ ഈ ഒരു കടല നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓൾറെഡി റോസ്റ്റഡ് ആണ്, എന്നാലും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഇതിന് നമുക്ക് മാറ്റാം. അടുത്തതായിട്ട് മക്കാനയാണ്. മക്കാന ഇതുപോലെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഇതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇത് കറക്റ്റ് പാകമാകുമ്പം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പം നന്നായിട്ട് പൊടിഞ്ഞ് വരും. അല്ലെങ്കിൽ ഇങ്ങനെ വായിലിട്ട് നോക്കുമ്പം ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്യാണ്ട് വായിലിട്ടാൽ എന്താ പറയുക, ഒരു ഒട്ടിപ്പിടിക്കുന്നൊരു ഫീലായിരിക്കും. പക്ഷേ കറക്റ്റ് ആകുമ്പം ആ ഒരു ഫീൽ ഉണ്ടാകത്തില്ല. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബദാമും കാഷ്യും ഇതുപോലെ തന്നെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം നമ്മളുടെ ഈ ഒരു കാഷ്യൂ ഒക്കെ ലൈറ്റ് കളറൊക്കെ ആകുമ്പം ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂം ബദാമും അതുപോലെ തന്നെ സ്കിൻ ഹെൽത്തിനും വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും LDL കൊളസ്ട്രോൾ മാനേജ് ചെയ്യാനും ബ്ലഡ് ഷുഗർ ലെവൽ സപ്പോർട്ട് ചെയ്യാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കടല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. വലിയ മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഈ ഒരു പൊടി ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 സെക്ഷനായിട്ടാണ് നമ്മളിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം പൊടിച്ചതിന് ശേഷം മാത്രമാണ് ഗ്യാസ് ഓൺ ചെയ്യുന്നത്. ഇനി മക്കാനയും ഇതുപോലെ തന്നെ 2 സെക്ഷനായിട്ടാണ് പൊടിക്കുന്നത്. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ പൊടിച്ച് വന്നിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട് മക്കാന, അതും കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബദാമും കാഷ്യും കൂടിയാണ്. അതും ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് ഒരു 5-6 ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതും കൂടി പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഒരു നെയ്യിൽ ഒന്ന് നന്നായിട്ടാവുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പൊടികളുടെ അളവനുസരിച്ച് 2, 3, 4 എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നെയ്യുടെ മണം വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നെയ്യും വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 4 കട്ട ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഒരു മീഡിയം, ഒരുപാട് മധുരമായിട്ടൊന്നും വരത്തില്ല. ഒരു മീഡിയം എന്താ പറയുക, ലോ ടു മീഡിയം സ്വീറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്.
അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ ആ ഒരു പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പം മുറുകി വരുന്ന ഒരു പാകത്തിലാണ് നമ്മൾ ഈ പാനി എടുത്തിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ജസ്റ്റ് ഉരുളയായിട്ട് എടുത്ത് നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ പക്ഷേ ചൂടാറിയതിന് ശേഷം ചെയ്താൽ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചൂടോടുകൂടി ചെയ്യുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഏകദേശം ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് ദിവസവും ഒരെണ്ണം കഴിച്ചാൽ മതി. എല്ലാത്തിനും വളരെയധികം നല്ലതാണ് ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ എല്ലാം ഇത് നമുക്ക് ഈ ഒരു ഉരുളകളാക്കി മാറ്റിയാം. ഇത് ചൂടാറുന്നതിന് മുന്നേ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ ലഡ്ഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ദിവസവും എന്താ പറയുക, രാവിലെ ഒരെണ്ണമെങ്കിലും കഴിച്ചാൽ അത്രയും വളരെയധികം നല്ലതാണ്. ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം അയൺ, കാൽസ്യം, റിച്ച് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വേറെ ഒന്നും നമ്മളുടെ ആ ഒരു പ്രോട്ടീനും മിനറൽസും നിലനിർത്താൻ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം കഴിച്ചാൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയാം മക്കാന നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളം ഫൈബറും ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.